Welcome back to Plant Sapiens. So ഇന്നത്തെ ക്ലാസ്സിൽ ഏജൻസ് ഓഫ് പോളിനേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് എടുക്കുന്നത്. സോ കഴിഞ്ഞതിൽ എന്താണ് പോളിനേഷൻ, അതിൻ്റെ കുറേ ടൈപ്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇന്നലെ വീഡിയോ ഇടേണ്ടതായിരുന്നു, ഇന്നലെ ചില ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് വീഡിയോ ഇട്ടില്ല. സോ ഇന്നാണ് പോസ്റ്റ് ചെയ്യുന്നത് ഏജൻസ് ഓഫ് പോളിനേഷൻ. അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലാന്റ് സാപ്പിയൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഏതൊക്കെയാണ് ഏജൻസ് ഓഫ് പോളിനേഷൻ? ആ ഏജൻസ് അനുസരിച്ചിട്ട് ആ ഓരോ പോളിനേഷൻ നമ്മൾ ഓരോ പേര് വെച്ച് പറയുന്നുണ്ട്. ആ പേര് എന്തൊക്കെയാണ്, അത്രയുള്ള പോളിനേഷൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ് ഏജൻസ് ഓഫ് പോളിനേഷൻ എന്ന് പഠിക്കണം. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും അതിനൊരു ഡെഫിനേഷൻ പഠിച്ചിട്ട് വേണം അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. സോ ഏജൻസ് ഓഫ് പോളിനേഷൻ എന്ന് വെച്ചാൽ ആരാണ് ഈ ഒരു ഏജന്റ്? ഏജന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പോളിനേഷൻ നടക്കാൻ സഹായിക്കുന്ന ആൾക്കാരെയാണ് ആക്ച്വലി ഏജന്റ് എന്ന് പറയാം. ഏജൻസ് ഓഫ് പോളിനേഷൻസ് ആർ മീൻസ് ഓർ വെക്ടേഴ്സ് ആണ് അല്ലെ, വഹിച്ചു കൊണ്ടുപോകുന്ന പോളൻസിനെ വഹിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാർ. വെക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു വഴി, മീൻസ് ഓർ വെക്ടേഴ്സ് ബൈ വിച്ച് pollen is transferred from one flower to another. ഓക്കെ, ഒരു ഫ്ലവറിൽ നിന്ന് അടുത്ത ഫ്ലവറിലേക്ക് പോളനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ മീൻ, ഒരു വഴി, അതിനെയാണ് ഏജന്റ് എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുള്ള ഏജൻസ് ഉണ്ട്. മെയിൻലി ബയോട്ടിക് ആയിട്ടുള്ള ഏജൻസും ഉണ്ട്, അബയോട്ടിക് ആയിട്ടുള്ള ഏജൻസും ഉണ്ട്. സോ ഈ രണ്ട് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരും ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അബയോട്ടിക് ആണ്. നോൺ ലിവിങ് ആയിട്ടുള്ള ഏജൻസ്, പോളിനേഷന് സഹായിക്കുന്ന നോൺ ലിവിങ് ആയിട്ടുള്ള ഏജൻസ് ആണ്. സോ നമുക്ക് അറിയാം അല്ലെ, വിൻഡ് പോളിനേറ്റഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. സോ ഇങ്ങനെ വിൻഡ് വഴി കാറ്റിന്റെ സഹായത്തോടെ കൂടി പോളിനേറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പറയുന്ന പേരാണ് അനിമോഫിലി എന്ന് പറയുന്നത്. ഓക്കെ, അനിമോഫിലി ആയിട്ടുള്ള പ്ലാന്റ്സ്. ഓക്കെ, നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം നമുക്ക് വേണമെങ്കിൽ ഈ ഡാൻഡലിയോൺ പറയാം. ഡാൻഡലിയോൺ അല്ലെങ്കിൽ അപ്പൂപ്പൻ താടിയൊക്കെ കാറ്റ് വഴി പോളിനേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഒരു വിൻഡ് പോളിനേഷന് കൂടുതൽ എക്സാമ്പിൾസ് എന്താ? കോൺ, ഈ ഗ്രാസ് ഫാമിലിയിൽ വരുന്ന ആൾക്കാരൊക്കെയാണ്. ഗ്രാസ്, വീറ്റ്, മെയ്സ്, റൈസ്, പൈൻ, കോൺ, പിന്നെ ഡാൻഡലിയോൺ, ഇതൊക്കെയാണ് നമ്മുടെ വിൻഡ് പോളിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എക്സാമ്പിൾ. ഇനി ഒരു വിൻഡ് പോളിനേറ്റഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത്തരം ഫ്ലവേഴ്സ് സ്മോൾ ആയിരിക്കും. ഇപ്പൊ ഇവിടെ തന്നെ ഇതൊരു ക്ലസ്റ്റർ ആണല്ലേ, ഇൻഫ്ലോറസൻസ് ആയിട്ടാണല്ലേ ഉണ്ടായിരിക്കുക. അപ്പൊ അതിൽ ഓരോന്നും ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആണ്. സ്മോൾ ഇൻകോൺസ്പിക്യൂസ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിന് മണമോ അല്ലെങ്കിൽ തേൻ കുടിക്കുന്ന, നമ്മൾ ഇൻസെക്ട് വഴിയല്ല പോളിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇൻസെക്ട് അല്ലെങ്കിൽ നെക്ടാർ അല്ലെങ്കിൽ സെന്റ്, മണം അവരെ അട്രാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഉണ്ടാവില്ല. ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ലൈറ്റ് ഡ്രൈ പോളൻ, ഒക്കെ കുറേ പോളൻസ് ഉണ്ട്, എന്നാലേ വിൻഡ് പോളിനേഷൻ വഴി എത്തേണ്ട സ്ഥലത്ത് ചിലതൊക്കെ എത്തുള്ളൂ. അപ്പോൾ ലാർജ് എമൗണ്ടിൽ അവർ ഉണ്ടാക്കുന്ന പോളൻ ഗ്രെയിൻസ് എങ്ങനെയുള്ളതായിരിക്കും? ലോങ് ആൻഡ് ഫെത്തറി ആയിരിക്കും. സ്റ്റിഗ്മയാണ് പോളൻ ഗ്രെയിൻസ് അല്ല. സ്റ്റിഗ്മ എന്ന് പറയുന്നത് ലോങ്, ഏത് ഫ്ലവർ ആണോ ഈ ഒരു ഇത്തരം പോളൻ ഗ്രെയിൻസിനെ ക്യാച്ച് ചെയ്യുന്നത് അവര് ലോങ് ആയിരിക്കും, ഫെതറി ആയിരിക്കും. അതായത് ഈ എയർബോൺ ആയിട്ട് വരുന്ന പോളൻ ഗ്രെയിൻസിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള സ്റ്റിഗ്മ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആക്ച്വലി ഇവരുടെ പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് വളരെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, അവ സ്റ്റിക്കി ആയിരിക്കില്ല. സ്റ്റിഗ്മ സ്റ്റിക്കി ആണെങ്കിലും പോളൻ ഗ്രെയിൻസിന് സ്റ്റിക്കി ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ ഇത്തരം ഫ്ലവേഴ്സ് നമ്മൾ വിൻഡ് പോളിനേഷൻ വഴി ഉണ്ടാകുന്ന ഫ്ലവേഴ്സിൽ കുറേ ഫ്ലവേഴ്സ് വേണമല്ലോ. അപ്പൊ അവ മെജോറിറ്റി കേസിലും ഇൻഫ്ലോറസൻസ് ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പൊ ഇത്രയൊക്കെയാണ് വിൻഡ് പോളിനേറ്റഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സിന്റെ പോളൻ ഗ്രെയിൻസിന്റെയും സ്റ്റിഗ്മയുടെയും പ്രത്യേകത. ദെൻ രണ്ടാമത്തെ അബയോട്ടിക് ആയിട്ടുള്ള ഫാക്ടർ ആണ് വാട്ടർ. വെള്ളത്തിൽ വളരുന്ന അല്ലെങ്കിൽ കടലിന്റെ അടിയിലും പുഴയിലും ഒക്കെ വളരുന്ന പ്ലാന്റ്സിനും പോളിനേഷൻ നടക്കണം. അങ്ങനെയുള്ള പ്ലാന്റ്സിന് നടക്കുന്ന പോളിനേഷന് പറയുന്ന പേരാണ് ഹൈഡ്രോഫിലി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്ലാന്റ്സ് വാട്ടർ വഴി പോളിനേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഹൈഡ്രോഫിലസ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് അല്ലെങ്കിൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. സോ അത്തരം മെയിൻലി കോമൺ ആയിട്ട് കാണുന്നത് സബ്മേർജ്ഡ് ആയിട്ടായിരിക്കും മെയിൻലി കാണുക. ഫ്ലവേഴ്സ് ഒന്നിക്കൽ ഫ്ലോട്ട് ആയിട്ട് അല്ലെങ്കിൽ സബ്മേർജ്ഡ് ആയിട്ടായിരിക്കും കാണാം. പോളൻ എങ്ങോട്ടേക്കാ റിലീസ് ചെയ്യുക? പോളൻ വെള്ളത്തിലേക്ക് റിലീസ് ചെയ്തിട്ട് ആ വെള്ളത്തിൽ നിന്നാണ് അടുത്ത പ്ലാന്റിന്റെ സ്റ്റിഗ്മയിലേക്ക് എത്തുന്നത്. പോളൻ മിക്ക കേസിലും പോളൻ ത്രെഡ് ലൈക്ക് ആയിരിക്കും, അതായത് കുറച്ചും കൂടി നീണ്ടിട്ട് ഇങ്ങനെ ഒരു റിബൺ പോലെ ഒഴുകി പോവാൻ വേണ്ടി പറ്റുന്ന ആ ഒരു രീതിയിലുള്ള, പിന്നെ മ്യൂസിലേജിനസ് ആയിട്ടുള്ള
കവറിങ് ഒക്കെ ഉള്ള ത്രെഡ് ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും വാട്ടർ വഴി പോളിനേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടായിരിക്കുക. നമ്മൾ വാട്ടറിൽ കാണുന്ന ഫ്ലവേഴ്സ് ഉണ്ട്, ഈ പിക്ചറിൽ കാണുന്നത് ആളാണ് വാലിസ്നേരിയ എന്ന് പറയുന്നത്. ഓക്കെ, വാലിസ്നേരിയ, ഹൈഡ്രില്ല, സോസ്റ്ററ, അത് മെറൈൻ ആണ്, ഓഷ്യാനിക് എക്കോ സിസ്റ്റത്തിൽ മാത്രം കാണുന്നത്. ഇത്തരം പ്ലാന്റ്സിലൊക്കെ ഹൈഡ്രോഫിലിയാണ്, വാട്ടർ വഴിയാണ് പോളിനേഷൻ നടക്കുന്നത്. ഓക്കെ, ദെൻ പിന്നെ ഇത്തരം ഫ്ലവേഴ്സും നമ്മൾ വാട്ടർ പോളിനേഷൻ വഴി നടക്കുന്ന ഫ്ലവേഴ്സും ആക്ച്വലി സ്മോൾ ആയിരിക്കും, വെയിറ്റ്ലെസ് ആയിരിക്കും. ഓക്കെ, വെയിറ്റ് കുറഞ്ഞ ആൾക്കാരാണ്, ഒരു ത്രെഡ് ലൈക്ക് ആയിട്ടുള്ള ആൾക്കാരാണ് വാട്ടർ പോളിനേഷൻ ഉണ്ടായിരിക്കുക. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബയോട്ടിക് ആണ്. ജീവനുള്ള ആൾക്കാർ, പോളിനേഷനെ സഹായിക്കുന്ന ലിവിങ് ആയിട്ടുള്ള ഏജൻസ് ഏതൊക്കെയാണ് നമുക്ക് തന്നെ പറയാൻ പറ്റും അല്ലേ. അതിൽ ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇൻസെക്റ്റ് ആണ്. ഇൻസെക്റ്റ് വഴി പോളിനേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് എൻറ്റമോഫിലി എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്ന ഇൻസെക്റ്റ് എന്ന് പറയുന്നത്? തേനീച്ച, ബട്ടർഫ്ലൈ, പാറ്റകൾ, മോത്തുകൾ, ബീറ്റിൽസ്, ഫ്ലൈസ്. ഇതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഏതായിരിക്കും? ബീസ് ആണ് എസ്പെഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ. ബീസും പിന്നെ ഏതാ ബട്ടർഫ്ലൈ, ഈ രണ്ടാൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇൻസെക്ട്സ് പോളിനേഷന് സഹായിക്കുന്ന ഏജൻസ് എന്ന് പറയുന്നത്. അപ്പം ഇത്തരം ഫ്ലവേഴ്സ് മെയിൻലി ബ്രൈറ്റ്ലി കളേർഡ് ആയിരിക്കും. ഇത്തരം ഏജൻസിന്, ബയോട്ടിക് ആയിട്ടുള്ള ഏജൻസിനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ അവരുടെ പെറ്റൽസ് അല്ലെങ്കിൽ ഇതളുകൾ ബ്രൈറ്റ്ലി കളേർഡ് ആയിരിക്കണം. നല്ല ഫ്രാഗ്രന്റ്, നല്ല സുഗന്ധമുള്ള ഫ്ലവേഴ്സ് ആയിരിക്കണം, നല്ല അട്രാക്ട് ചെയ്യുള്ളൂ. നെക്ടാർ പ്രൊഡ്യൂസ് ചെയ്യണം. ഇവിടെ ആക്ച്വലി ഒരു മ്യൂച്വലിസം ആണ് നടക്കുന്നത് അല്ലേ. പൂമ്പാറ്റ ആണെങ്കിൽ പൂമ്പാറ്റയ്ക്ക് നെക്ടാർ, തേൻ ഉണ്ടെങ്കിൽ മാത്രമേ പൂമ്പാറ്റ ആ പൂവിൽ വന്ന് തേൻ കുടിക്കേണ്ട ആവശ്യമുള്ളൂ, അവിടെ വരേണ്ട ആവശ്യമുള്ളൂ, എന്നാൽ മാത്രമേ പോളിനേഷൻ നടക്കുള്ളൂ. അപ്പൊ അവിടെ ഒരു മ്യൂച്വലിസം ആണ്. അപ്പൊ ആ പ്ലാന്റ് നെക്ടാർ പ്രൊഡ്യൂസ് ചെയ്തതായിരിക്കണം. പിന്നെ അവിടെ പോളൻ ഗ്രെയിൻസ് എന്തായിരിക്കണം? സ്റ്റിക്കി ആൻഡ് സ്പൈനി, അതായത് ഇൻസെക്റ്റ് വന്ന് വരുമ്പോൾ അവരുടെ കാലിലോ കയ്യിലോ ഒക്കെ പറ്റി പിടിക്കാൻ പാകത്തിനുള്ള പോളൻ ഗ്രെയിൻസ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഓഫൺ സൈഗോമോർഫിക് ആണ്, ഇറഗുലർ ഷേപ്പുള്ള ഒരു ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, സോ ഇതിന്റെ എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ബ്രൈറ്റ്ലി കളേർഡ് ആയിട്ടുള്ള നിങ്ങൾ ഏത് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഫ്ലവേഴ്സ് പറഞ്ഞാലും അത് ഇൻസെക്ട് പോളിനേഷന് വരുന്നതായിരിക്കും. സൺഫ്ലവറും റോസ്, ഓർക്കിഡ്, ഹിബിസ്കസ് എല്ലാം എഴുതാം. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ബീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ബേർഡ്സ് ആണ്. ബേർഡ്സ് വഴി പോളിനേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഓർണിത്തോഫിലി എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് ഏതൊക്കെ ബേർഡ്സ് ആണ്? ഹമ്മിങ് ബേർഡ്, സൺ ബേർഡ്സ്, ഹണി ക്രീപ്പേഴ്സ്. ഓക്കെ, നമ്മൾ സൂചിമുഖി എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അപ്പം അത്തരം ആൾക്കാർ ഹമ്മിങ് ബേർഡ്സ് ആണ് കോമൺ ആയിട്ട് കാണുന്നത്. ഈ പിക്ചറിൽ കാണുന്നത് ഹമ്മിങ് ബേർഡ് ആണ് കേട്ടോ. ഇപ്പം ഇത്രയുള്ള ഫ്ലവേഴ്സ് നമ്മൾ ഇൻസെക്ട്സിന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ഫ്ലവേഴ്സ് നല്ല കളേർഡ് ആയിരിക്കണം. റെഡ്, ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ കളറിലെ ഫ്ലവേഴ്സ് ആയിരിക്കും മെയിൻലി ഉണ്ടായിരിക്കുക. പിന്നെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ട്യൂബുലാർ ആണ്, കുറച്ചും കൂടി കോളാമ്പിയൊക്കെ പോലെ. ഇവിടെ കണ്ടോ, കുറച്ച് ട്യൂബുലാർ ആയിട്ടുള്ള ഷേപ്പുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും. കുറേ തേൻ ഉണ്ടായിരിക്കണം, കുറച്ച് തേനൊന്നും പോരാ, കുറേ തേൻ അല്ലെങ്കിൽ നെക്ടാർ ഉള്ള ആൾക്കാരായിരിക്കണം. ബേർഡ്സിന് സ്മെല്ല് ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് അവർക്ക് അത്ര ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ മണമൊന്നും വേണ്ട, ഓർഡർലെസ് ആയിരിക്കണം. പിന്നെ ഫ്രാഗ്രൻസിനും ആവശ്യമില്ല, പക്ഷെ ബ്രൈറ്റ്ലി കളേർഡ് ആയിരിക്കണം. ഓക്കെ, സ്ട്രോങ് ആൻഡ് ലാർജ് ഫ്ലവർ ടു സപ്പോർട്ട്. അപ്പം നമ്മൾ ബേർഡ്സ് ആണ്, ഇൻസെക്റ്റ് പോലെയല്ല, അവരെക്കാളും കുറച്ചും കൂടി വെയിറ്റബിൾ ആൾക്കാരാണ്. അപ്പൊ അവർ വന്നു കഴിഞ്ഞാൽ കുറച്ച് സപ്പോർട്ട് ചെയ്ത് നിർത്തണമെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ആ ഒരു പ്ലാന്റിൽ അറ്റാച്ച് ചെയ്ത ഫ്ലവേഴ്സ് ആയിരിക്കണം ഉണ്ടായിരിക്കുക. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ സൂചിമുഖി എപ്പോഴും വരുന്നത് നമ്മുടെ ചെമ്പരത്തിയിലൊക്കെ വരുന്നത് കാണുന്നുണ്ടാവും അല്ലേ. ഹിബിസ്കസ്, ബോട്ടിൽ ബ്രഷ്. ഓക്കെ, ബോട്ടിൽ ബ്രഷ് നമ്മൾ കാണാൻ തന്നെ ഒരു റെഡ് കളറായിട്ട് ബോട്ടിൽ ബ്രഷ് എന്നുള്ള ഒരു പ്ലാന്റ് കണ്ടിട്ടുണ്ടാവില്ലേ. കോറൽ ട്രീ ഇതൊക്കെയാണ് ബേർഡ്സ് അല്ലെങ്കിൽ ഓർണിത്തോഫിലിയിൽ വരുന്ന ഫ്ലവേഴ്സ്. നെക്സ്റ്റ് വൺ ബാറ്റ്, വവ്വാല് വഴി. മെയിനായിട്ട് നമ്മുടെ വാഴക്കൂമ്പിലൊക്കെ ആയിരിക്കും അല്ലെ രാത്രി വവ്വാൽ ഉണ്ടായിരിക്കുക. അപ്പൊ വവ്വാല് വഴി പോളിനേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് കെയറോപ്റ്റെറോഫിലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നൈറ്റ് ആണ്, നൊക്ടേണൽ ആയിട്ടുള്ള പോളിനേഷൻ ആണ്. നൊക്ടേണൽ എന്നുള്ള വേർഡിന്റെ മീനിങ് നൈറ്റ്, രാത്രി സഞ്ചാരികൾ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ നൈറ്റ് ആക്റ്റീവ് ആയിരുന്ന ആൾക്കാരാണ് നമ്മുടെ ബാറ്റ് അല്ലേ. അപ്പൊ ബാറ്റ് ഉള്ള ഫ്ലവേഴ്സ് ആണെങ്കിൽ മെയിൻലി ലാർജ് ആയിരിക്കണം, വൈറ്റ് ആണ്, ലൈറ്റ് കളർ അല്ലെങ്കിൽ വൈറ്റ് കളർ ആയിട്ടുള്ള പെയിൽ ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കണം. രാത്രിയാണല്ലേ, രാത്രി ആയതുകൊണ്ട് തന്നെ വൈറ്റ് കളറുള്ള ലാർജ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കണം. നല്ല ഫ്രൂട്ടി, നല്ല സ്മെല്ലുള്ള ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഫ്രൂട്ട് ആയിരിക്കണം. നൈറ്റിൽ ഓപ്പൺ ചെയ്യുന്ന ഫ്ലവേഴ്സ്. ദെൻ
കൂടുതലായിട്ട് അത്രയും നെക്ടാർ അല്ലെങ്കിൽ പോളൻ ആവശ്യമുണ്ട്. മെയിൻലി ബനാന, ഗേവ്, ബോബാബ് ഒക്കെയാണ് ബാറ്റ്സിൽ വരുന്ന ബാറ്റ്സ് പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ അതർ ആനിമൽസ്. ഈ ആനിമൽസിനെ കൂടാതെ ബാക്കിയുള്ള ആനിമൽസിനെ മൊത്തത്തിൽ നമ്മൾ സൂഫിലി എന്നാണ് പറയുന്നത്. അതിൽ നമ്മളെ റോഡൻസ്, ഈ പിക്ചറിൽ കാണുന്ന റോഡൻസ്, ലിമേഴ്സ്, മങ്കി, ലിസാർഡ് അങ്ങനെയുള്ള ഏത് ജീവികളും വരാം. ഈ റോഡൻസ് ഒക്കെ ആണെങ്കിൽ അവർ നിലത്തോട് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ കുറച്ച് ഗ്രൗണ്ടിൽ വളരുന്ന പ്ലാന്റ്സിന്റെ ഫ്ലവേഴ്സ് ഒക്കെ അവരുടെ മേത്തൊക്കെ പറ്റിപ്പിടിച്ച് അടുത്ത സ്ഥലങ്ങൾ അവരറിയാതെ കൊണ്ടുപോയി പോളിനേഷൻ നടത്തുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ മങ്കിയും അവരറിയാതെ ചെയ്യുന്ന പോളിനേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ മെയിൻലി ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ട്രോപ്പിക്കൽ ഫോറസ്റ്റിലൊക്കെ ആയിരിക്കും ഇവ കാണുന്നുണ്ടായിരിക്കുക. ക്ലൈംബിംഗ് ആനിമൽസ് ആണെങ്കിൽ മരത്തിന്റെ മുകളിൽ, അങ്ങനെയൊക്കെയാണ് ഈ ഒരു അതർ ആനിമൽസിനെ വെച്ചിട്ടുള്ള പോളിനേഷന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. എന്തിനാണ് ഈ ഒരു പോളിനേഷൻ കൊണ്ടുള്ള പ്രയോജനം എന്താണ്? പോളിനേഷൻ നടത്തിയത് കൊണ്ട് എന്താണ്? കുറെ ഗുണങ്ങളുണ്ടല്ലേ. അതിലൊന്ന്, പ്ലാന്റ്സിലെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ പോളിനേഷൻ വേണം. അതായത് പോളൻ ഗ്രെയിൻസ് വന്ന് സ്റ്റിഗ്മയിൽ വീഴണമെങ്കിൽ പോളിനേഷൻ വേണം. ദെൻ ഈ ഒരു പോളിനേഷൻ ഉണ്ടായാൽ നമ്മൾ സെൽഫ് പോളിനേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ എങ്കിൽ കാര്യമുണ്ടോ? ക്രോസ് പോളിനേഷനും കൂടി നടക്കണം. അതിന് ഏജൻസ് ഒക്കെ ആവശ്യമാണ്. ക്രോസ് പോളിനേഷൻ നടന്നാൽ മാത്രമേ അവിടെ ജനറ്റിക് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി ഉണ്ടാവുള്ളൂ. ബയോഡൈവേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്യണം. ദെൻ എക്കോസിസ്റ്റം സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവിടെ പോളിനേറ്റേഴ്സ്, ബീസ് ഒക്കെ വേണം. മ്യൂച്വലിസ് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രോപ്പ് പ്രൊഡക്ഷനും ഫുഡ് സെക്യൂരിറ്റിക്കും ഒക്കെ പോളിനേഷൻ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞ കുറെ ടൈപ്പ് പോളിനേഷൻ അല്ലേ. വിൻഡ്, അനിമോഫിലി, വാട്ടർ, ഹൈഡ്രോഫിലി, ഇൻസെക്ട്, എന്റമോഫിലി, ബേർഡ്സ്, ഓർണിത്തോഫിലി, ബാറ്റ്, കൈറോപ്റ്റെറോഫിലി, അതർ ആനിമൽസ്, സൂഫിലി. അത് ഏതൊക്കെയാണ്, അവയുടെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, അവയുടെ എക്സാമ്പിൾസ് മാത്രം ചുരുക്കിയിട്ട്, നമ്മൾ ഇത്രയും പറഞ്ഞത് ചുരുക്കിയിട്ട് ഒരു ടേബിൾ പോലെ ആക്കിയതാണ്. സോ നിങ്ങൾക്ക് ഇതും കൂടി ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇത് മാത്രം ഒന്ന് ഔട്ട്ലൈന് പോലെ പഠിച്ച് പോയാൽ മതിയായിരിക്കും. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു.